ട്രിവാൻഡ്രത്ത് നിന്ന് വെറും 45 മിനിറ്റ്, കൊച്ചിയിൽ നിന്ന് 1.5 മണിക്കൂറും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പറ്റുന്ന നമ്മൾ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. ഇനി അങ്ങോട്ട് പോകുന്ന ആളുകളാവട്ടെ കൊളംബോ, ബെൻഡോട്ട പോലുള്ള 1-2 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് തിരിച്ചു വരും. പക്ഷെ ശ്രീലങ്കയിൽ വളരെ വ്യത്യസ്തമായി കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് 90% ആളുകൾ മിസ് ചെയ്യാറാണ് പതിവ്. ഒരു 7 ദിവസത്തെ യാത്രാ പ്ലാൻ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തരാം. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് കൊളംബോയിൽ നിന്ന്. കൊളംബോയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ മാറിയുള്ള കാൻഡിയിലേക്കാണ് നിങ്ങൾ ആദ്യമായിട്ട് പോവുക. കാൻഡിയിൽ നിങ്ങൾ പിന്നവാല എലഫന്റ് ഓർഫനേജ്, സ്പൈസ് ഗാർഡൻ, കൾച്ചറൽ ഷോ, അതുപോലെ തന്നെ ടെമ്പിൾ ഓഫ് ട്രൂത്ത്, ഇവിടെ എല്ലാം വിസിറ്റ് ചെയ്ത് മനോഹരമായ കാഴ്ചകൾ കണ്ട് 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. അടുത്ത നമ്മുടെ യാത്ര എല്ലാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടേക്ക് യാത്ര ചെയ്യുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ്. പോകുന്ന വഴി തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ട്രെയിനിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. ലൈൻ ആർച്ച് ബ്രിഡ്ജ് പോലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് എല്ലയിലേക്ക് യാത്ര ചെയ്യുക. അതുകൂടാതെ ആഡംസ് ലിറ്റിൽ പീക്സും വാട്ടർഫാളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഡെസ്റ്റിനേഷൻ അധികം പോപ്പുലർ അല്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുകളും വാട്ടർ സ്പോർട്സും വെയിൽ വാച്ചിങ്ങും വളരെ റിലാക്സേഷൻ കിട്ടുന്ന ഒരു പ്ലേസ് ആണ് മിർസ. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ശ്രീലങ്കയുടെ ക്യാപിറ്റൽ സിറ്റിയായ കൊളംബോയിലേക്കാണ്. മിർസയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. ഇവിടെ ഒരു നൈറ്റ് താമസിച്ച് ഷോപ്പിംഗും സിറ്റി വൈബും നൈറ്റ് ലൈഫും എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ UTC കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഐറ്റിനറി ആണ് വേണമെന്നെങ്കിൽ നിങ്ങൾ ശ്രീലങ്ക എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളിത് താല്പര്യത്തോടുകൂടി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, ഈ ബഡ്ജറ്റും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തോളൂ.